എന്താ വിജയ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നത്? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസം. വളരെ സിമ്പിൾ ഡയലോഗാണ്. പക്ഷെ അത് 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിൽ പറഞ്ഞു പോകണം. ഇപ്പോഴും ആളുകൾ ഒരു ചൊല്ല് പോലെ പഴഞ്ചൊല്ല് പോലെ പറയും, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം പോകാൻ വേണ്ടി പറയുന്നത്. ഇരു പാർട്ടിയും തമ്മിൽ പ്രഥമദൃഷ്ട്യ ഒരുമിച്ചാണെങ്കിലും അവർ തമ്മിൽ അന്തർധാര സജ്ജീകരണം ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നതാണ്. ശ്രീനി എഴുതാത്ത കഥകളും ഇവയെ അവസാനം ചെയ്ത ഹൃദയപൂർവ്വം വരെ ശ്രീനിവാസനടുത്ത് വന്ന് സംസാരിച്ചിട്ട് ശ്രീനിയുടെ കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ശ്രീനിയുടെ കൂടി ഒരു പ്രോത്സാഹനം കിട്ടിയ ശേഷം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു വലിയ കാലയളവിൽ ഞാനും ശ്രീനിയും ഞങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം താമസിച്ചേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അത് ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അതിൻ്റെ തമാശകളും അതിന് ചിലപ്പോൾ ഞങ്ങൾ വളർക്കാറുണ്ട്. പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയാറുണ്ട്. കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാരുതി കാറിൽ ഞാനും ശ്രീനിയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചപ്പോൾ ചിലക്ക് കഥയ്ക്ക് ആശയം കിട്ടാതെ ചിലപ്പോൾ പോകും. ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ശ്രീനിവാസൻ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം നമ്മളിപ്പോഴും മികച്ച തിരക്കഥാകൃത്തെ പറ്റി പറയുമ്പോൾ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല. ശ്രീനി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്തുകൊള്ളായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ശ്രീനിയെ പോലെ മനുഷ്യ ജീവിതത്തിനെ തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ സ്വന്തം ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാത്തിനും നർമ്മം കാണുന്ന ഒരാളാണ് ശ്രീ. നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിൽ നടന്നുണ്ടാവും. അതിനേക്കാൾ കുറച്ച് ദിവസം മുമ്പ് കൂടി വന്നു അവിടുത്തെ കുറച്ച് നാട്ടുകാരോട് ശ്രീനിവാസനെ എടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ശ്രീനിയുടെ അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. അല്ലാതെ സുഖം നന്നായി പോകുന്നില്ല, അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. എന്ത് പറഞ്ഞാലും നാമിൻ കുമ്പത്ത് ഒരു ബിരുദം ഉള്ളതാണ്. ഞാൻ വരുന്നതെന്ന് വിളിച്ച് പറഞ്ഞാൽ വിമല പറയും 9 മണിയോട്ട് ശ്രീനാഥനെയും കുറിച്ച് റെഡിയായിരിക്കുന്നു. ഞാനിപ്പോൾ വരാൻ 11 മണി 12 മണിക്കാണ് വന്നു. എന്നെ ചിത്രം നിങ്ങളെന്താണ് രാവിലെ വരാൻ പറഞ്ഞിട്ട് നമ്മൾ ഞാൻ അന്തിക്കാടുന്ന കാവണത്തോടെ എടുത്തിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറേ തമാശ ചിരിക്കും. തിരിച്ചു പോകുമ്പോൾ എനിക്കും ശ്രീനിവാസൻ ഒരു ഊർജ്ജം വരും. ഈ ഞാൻ മനസ്സിലാക്കിയപ്പോൾ സമൂഹത്തിന് എത്രയും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ല. എഴുത്തുകാരനും തിരക്കഥാകൃത്തോ നടനെന്ന് പറയാം. ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ്, അതിൽ അപാകതകൾ എന്തൊക്കെയാണ്, പൊളിറ്റിക്സ്, സാംസ്കാരികം, സാഹിത്യം എല്ലാം. ശരിയെപ്പറ്റി പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നല്ല ഒരു 1000 ഓർമ്മകളും അനുഭവങ്ങളുണ്ട്.